വേ, മനസ്സിലായോ? അവർ ഡിഫറെൻറ്റ് വേ. അങ്ങനെ ഇത് കാണുമ്പോൾ ആരെങ്കിലും പോയി സ്നിച്ച് ചെയ്യും, കഴിഞ്ഞാൽ പിടിപ്പിച്ച് കൊടുക്കും. പിടിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് റോമക്കാർ വന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത്. കണ്ടുപിടിക്കുമ്പം പേഴ്സിക്യൂഷൻ ഉണ്ടാകുന്നത് മരത്തിലൊക്കെ വെച്ച് കെട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക ജീവനോടെ, അല്ലെങ്കിൽ പിടിച്ച് വൈൽഡ് ആനിമൽസിൻ്റെ മുമ്പിലിട്ടിടും. അങ്ങനെ ഒത്തിരി ഡിഫറെൻറ്റ് വേ ഓഫ് ടോർച്ചറിങ്. ആദ്യം ടോർച്ചർ ചെയ്യുന്നതിന് മുമ്പ് ഇവരെ മരത്തെ പിടിച്ച് കെട്ടി എണ്ണ ഒഴിച്ചിട്ട് അവർ പറയും, ഞങ്ങളുടെ ഈ ദൈവത്തെ സേവിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് ചോദിക്കും. ത്രൂ സെപ്പറേഷൻ അവർ പറയും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഒരു ദൈവത്തെ സേവിക്കത്തുള്ളൂ എന്ന് പറയും. അന്നേരം ഇത് കത്തിക്കുക. മനസ്സിലായി? അപ്പം അങ്ങനെയുള്ള ഒരു സഭയ്ക്കാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. മനസ്സിലായോ? അങ്ങനെ ഈ എഫെസോസിലെ ഇത് നോക്കി, എഫെസോസിൽ ഒരു ലൈബ്രറിയുടെ തൊട്ടപ്പുറത്താണ് ഇത് മീറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചന്ത. ആ ചന്തയുടെ ഇതിൻ്റെ കയറുന്നതിൻ്റെ ഫ്രണ്ടിലെ ഒരു അന്നത്തെ എംപററിൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. ആ പ്രതിമയുടെ ഫ്രണ്ടിൽ കുറച്ച് ഇൻസെൻസ്, ഒരു നുള്ള് ഇതെടുത്തിട്ട് ആരാധിക്കുന്ന അതിനെന്താ പറയുന്നത്, ഇൻസെൻസ് എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇടുക. കുന്തിരിക്കം പോലെ എന്തെങ്കിലും എടുത്തിട്ട് ആ തീക്കകത്തോട്ട് ഇടുക. അത്രയും ഇട്ടാൽ മതി. അതുപോലും ചെയ്യാൻ മടിയായിട്ടുള്ളവർ. അപ്പം ആ സഭയിൽ പല വ്യക്തികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാരായിട്ടുള്ളവരുണ്ട്, സ്വന്തമായിട്ട്. അങ്ങനെയുള്ളവർക്ക് ഈ ചന്തയിൽ പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അന്ന് അവിടെ സോൾജേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇവന്തോ അവർ അവർ ദൈവത്തിൻ്റെ മക്കളാണെങ്കിലും അവർക്ക് ഈ രാജാവിൻ്റെ കൂടെ അവിടെ പോയേ പറ്റത്തുള്ളൂ. അധികാരം ഉള്ളതുകൊണ്ട് അവിടെ പോയേ പറ്റത്തുള്ളൂ. അതേപോലെ ഈ വിൽപ്പനക്കാരായിട്ടുള്ള സെയിൽസ്മാനായിട്ടുണ്ട്, അവർക്ക് ആ ചന്തയിൽ പോയി വെട്ടേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള നടുവിലാണ് ഇങ്ങനെയുള്ള ഒരു സഭയിൽ പല ഡിഫറെൻറ്റ് ജോലിയുള്ള ആൾക്കാർ അവർ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പം അവർ എന്തുകൊണ്ടും പല കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാം. അന്നേരമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അന്നേരം അവിടുത്തെ ജോലിക്കാരൻ, അവിടുത്തെ ലോക്കൽ പാഷായിട്ടുള്ള തിമോത്തിയോസിൻ്റെ മണ്ടയ്ക്ക് എല്ലാവരും കൂടെ എടുത്തിട്ട് തിമോത്തിയോസിനെ എല്ലാവരും കൂടെ എടുത്തിട്ട് ഇടിക്കും. അന്നേരം തിമോത്തിയോസ് പറഞ്ഞു, സെൻട്രൽ പാഷായ പൗലോസപ്പച്ച ഓടിവായോ, ഇവരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് ഇടിക്കും. മനസ്സിലായി? ആ രീതിയിലാണ് കാര്യങ്ങൾ അന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്